ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് എങ്കിലും കുറവാണ്. എല്ലാ പോർഷൻസും ഒന്നും നമുക്ക് ചില സമയത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് രാവിലെ ഇപ്പോൾ വീണ്ടും വേനൽ മഴയൊക്കെ കഴിഞ്ഞ് പഴയ പോലെ തന്നെ മഴയില്ലാത്ത ദിവസങ്ങളിലേക്ക് കിടന്നിട്ടുണ്ട്. മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് വൈകുന്നേരം കുറച്ച് മഴ പെയ്തെങ്കിലും പകൽ ഭയങ്കര ചൂട് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും കംപ്ലീറ്റായിട്ട് തന്നെ മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അത്യാവശ്യം നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ചെടികളൊന്നും പിടിച്ച് നിൽക്കത്തില്ല. അത്യാവശ്യം ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ അത് സംഭവം നിൽക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ അത്യാവശ്യം സ്റ്റഡീസിന് വേണ്ടി മാത്രം ടൈം കണ്ടെത്തുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴും നല്ലൊരു റിലാക്സിങ് സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചിലരൊക്കെ ഞാൻ PSC പഠിക്കുന്നവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഹൈ ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2-3 മണിക്കൂർ മാത്രം ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം മുഴുവനും അവർ പഠിച്ചു വന്നത്. എനിക്കറിഞ്ഞൂടാ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം. എന്നെ സംബന്ധിച്ച് അതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. രാവിലെ വൈകുന്നേരവും എങ്കിലും കുറച്ച് നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ സത്യമായിട്ട് വരെ ഡിപ്രഷൻ അടിച്ചു പോകുന്ന രീതിയിലുള്ളൊരു സംഭവം എനിക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും ഒരുപാട് മണിക്കൂറുകളൊന്നും അല്ലെങ്കിലും ഒരു ഹാഫ് ആൻ അവർ വീതം, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സൊക്കെ, 1 അവർ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 45 മിനിറ്റ്സൊക്കെ ഡെയിലി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അത് പിന്നെ നമ്മൾ എന്ത് ജോലി കാര്യങ്ങൾ ചെയ്താലും അത് ആസ്വദിച്ച് ഒരു കാര്യങ്ങളിരിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ നനച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെടികൾ വാടി നിൽക്കുന്നത്, ചില പോർഷൻസൊക്കെ നമുക്ക് നനച്ച് കൊടുക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ നനച്ച് കൊടുക്കും. കുറച്ചെങ്കിലും ഷെയ്ഡിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അതിലോട്ട് ഞാൻ പോകാറില്ല. പിന്നെ വൈകുന്നേരം എന്തായാലും എല്ലാവർക്കും വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പം അതൊരു നല്ല റിഫ്രഷിങ് ഫീലിംഗ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ടെങ്കിൽ നടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. ആ ഒരു ജോലി തന്നെ മെയിനായിട്ട് ഞാൻ മോർണിംഗ് സെഷൻ നോക്കാറുള്ളൂ. പിന്നെ മമ്മിക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അതൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിരിക്കും. ഞാൻ എപ്പോഴും ചില ടോപ്പിക്സുകൾ മാത്രം എഴുതി പഠിക്കേണ്ട ഒരു ടോപ്പിക്സുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാ ടോപ്പിക്സും നോട്ട് എഴുതാൻ പറ്റാറില്ല. ചില ടോപ്പിക്സ് നോട്ട് എഴുതേണ്ടി വരും. ചില ടോപ്പിക്സ് നമുക്ക് എഴുതി തന്നെ പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള ടോപ്പിക്സാണ് മാത്സ്. ഓഫ് കോഴ്സ് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടി വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എപ്പോഴും എഴുതി പഠിക്കണം എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ മലയാളത്തിന് ഞാൻ റെഫർ ചെയ്യുന്ന ഒരു പാറ്റേൺസ് ഞാൻ പറയാം. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന റാങ്ക് ഫയൽ ലക്ഷ്യയുടെയാണ്. അതിൽ മലയാളം കുഴപ്പമില്ല, ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. നമുക്കിപ്പം തിരിച്ചെഴുത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ, പര്യായം, ഇങ്ങനെയുള്ള കുറേ പോർഷൻസ്, അർത്ഥമാണെങ്കിലും വിപരീത പദങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കുറേ പോർഷൻസൊക്കെ ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു ഫ്ലുവൻ്റായിട്ട് വരുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത്രയും മെറ്റീരിയൽസ് ഉറപ്പായിട്ടും ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ അതിലില്ല. ഉള്ളത് യൂസ്ഫുൾ അല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ട ഒരു സംഭവം വരാറുണ്ട്. അപ്പം പക്ഷെ ഞാൻ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ അതിലുള്ളതെല്ലാം നോക്കാറുണ്ട് കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞ് അടുത്തത് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തൊഴിൽ വീതിയാണ്. അതിനകത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ട്. അപ്പം അതിനകത്ത് എപ്പോഴും നമുക്ക് അവർ പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സന്ധികളുടെ പോർഷൻസ് പഠിച്ചു. അതിനാണ് കൂടുതലും കേട്ടെഴുത്ത്, പിരിച്ചെഴുത്ത്, ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ സന്ധി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 3 കാര്യങ്ങൾ അതിൽ ആ ഒരൊറ്റ പോർഷൻസ് 3 മെത്തേഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ
ലോബി ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കതിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പിരിച്ചെഴുതുക, അത് യോജിപ്പിച്ചെഴുതുക എന്നുള്ള പരിപാടി ഇപ്പോഴും നമ്മൾ എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫാസ്റ്റായിട്ട് സംഭവങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. എക്സാം ടൈമിൽ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വായിച്ച് പഠിച്ച് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. എങ്കിൽ പോലും എൻ്റെ ഒരു രീതിയിൽ ഇത്ര നാളത്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരിക്കലും ഞാൻ എഴുതി പഠിക്കാറില്ല. സ്വാഭാവികമായും ഒരു സെറ്റ് ഓഫ് പോർഷൻസ് 1, 2, 3 പ്രാവശ്യം ഓരോ വേർഡ്സും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇപ്പം തിരുവനന്തപുരം അതൊന്ന് പിരിച്ചെഴുതുവാണെങ്കിൽ തിരു പ്ലസ് അനന്തപുരം എന്ന് തന്നെ ഒരു 3 പ്രാവശ്യം തിരു പ്ലസ് അനന്തപുരം, അങ്ങനെ നമ്മൾ വായിച്ച് 2-3 പ്രാവശ്യം നമുക്കൊരു ഫ്ലുവൻസി ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്ന നോട്ട്സിലാണെങ്കിൽ ഞാൻ അത് ഒരു സ്പേസ് ഇട്ട് കറക്റ്റായിട്ട് എഴുതി പോകും. കാരണം ഒരു ഭാഗം പിരിച്ചെഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നോക്കി എഴുതുന്ന രീതിയിൽ. അതല്ലാത്ത നോട്ട്സ് ഇപ്പോൾ തൊഴിൽ വാർത്ത എന്നൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വേർഡ്സ് മാത്രം എഴുതി പോകും. എന്നിട്ട് അത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വേർഡ്സ് ആ ഒരു ഭാഗത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാറുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഈ സാധനം ഈ വേർഡ്സ് നോക്കി നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് പിരിച്ചെഴുതി പോയിട്ട് ഫ്ലുവൻ്റ് ആയിട്ടുള്ള വാക്കുകൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം എഴുതാൻ പറ്റും. എഴുതാൻ പറ്റാത്ത വേർഡ്സുകൾ ഒന്നെങ്കിൽ തൊഴിൽ വാർത്തയുടെ ആ ഒരു ഇതിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ കിട്ടാത്ത പാർട്സ് മാത്രം നമുക്ക് പിറ്റേ ദിവസങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻസ് ക്ലിയറായിട്ട് തന്നെ മൈൻഡ് സെറ്റാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ മലയാളത്തിന് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മലയാളത്തിന് യൂസ് ചെയ്യുന്ന വേറൊരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ നമുക്കറിയാം എപ്പോഴും വളരെ 10 ക്വസ്റ്റ്യൻസേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുകയുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ട് എഴുതി പോകാറുണ്ട്. അപ്പോൾ അർത്ഥത്തിന് തന്നെ ഒരു 3-4 പേജ് വയ്ക്കും. കേട്ടെഴുത്ത് പിരിച്ചെഴുത്തതിന് തന്നെ വയ്ക്കും. അർത്ഥങ്ങൾക്ക് വെക്കും. പഴഞ്ചൊല്ലൊക്കെ ആണെങ്കിൽ നമുക്കറിയാവുന്ന പഴഞ്ചൊല്ലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിട്ടുകളയും. അല്ലാത്തതൊക്കെ ആണെങ്കിൽ എഴുതി വയ്ക്കും. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിന് എന്തെങ്കിലും സെൻറ്റൻസോ പ്രോവർബോ ഒക്കെ തന്നിട്ടുള്ള ട്രാൻസ്ലേഷൻ അതാണെങ്കിലും നമുക്കറിയാവുന്ന പോർഷൻസ് ആണെങ്കിൽ ഞാനത് വിട്ടുകളയും. അല്ലാത്തത് ഒക്കെ ഞാനത് കറക്റ്റായിട്ട് ഓരോ സെറ്റും നോട്ട്സായിട്ട് തന്നെ എഴുതി 10 പറഞ്ഞാൽ ഒട്ടും തന്നെ നമുക്കൊരു ബേർഡൻ അല്ല, ഈസിയായിട്ട് ചെയ്തു പോകാവുന്നൊരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത ഒരു സെക്ഷൻസിലേക്ക് നമുക്കത് വരും. പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയുടെ ഏതെങ്കിലും കൂടുതൽ സമയം നിങ്ങളുടെ സമയം അനുസരിച്ച് ഒന്നെങ്കിൽ അതിൽ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ അതൊരു ഫുൾ മോക്ക് ടെസ്റ്റിൽ തന്നെ നിങ്ങൾ എഴുതി പോവുക. ആ ഒരു രീതിയിലാണ് മലയാളത്തിന് നോട്ട്സ് പ്രിപ്പറേഷൻ ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ഉണ്ടാവും, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പോർഷൻസ് ഉണ്ടാവും. ആ കൂടെ തന്നെ ഞാൻ ഓൺലൈൻ കോഴ്സ് എടുത്തതുകൊണ്ട് അതിൻ്റെ നോട്ട്സിൻ്റെ കൂടെ തന്നെയാണ് ഈ നോട്ട്സ് എഴുതി തരുന്നത്. അപ്പോൾ മലയാളത്തിന് എനിക്ക് നോട്ട്സ് ഉണ്ടാവും, ലക്ഷ്യയുടെ ഉണ്ടാവും, പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഉണ്ടാവും. ഈ 3 സംഭവങ്ങൾ മലയാളത്തിന് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് തോന്നുന്നു മലയാളം 10 മാർക്ക് എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചൊരു നല്ല പോയിൻ്റ് തന്നെയാണ് എപ്പോഴും ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ പെയ്ഡ് ക്ലാസ്സസ് എടുക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബ് ചാനൽസ് തന്നെയാണ് എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം. ഞാനും പെയ്ഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു വർഷം സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ കൊറോണ ടൈമിൽ പഠിച്ചു തുടങ്ങിയ ഒരാളാണ് കേട്ടോ. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വന്ന് നിൽക്കുന്നു. അത്രയും നാളാണ് എൻ്റെ ഒരു പ്രീവിയസ് ഇയർ, അതായത് PSC പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ആദ്യത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തന്നെ പ്രിലിംസ് ഞാൻ ക്രാക്ക് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മെയിൻസ് കിട്ടില്ല. അപ്പം അതിലേക്ക് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിരിക്കുന്ന അത് എപ്പോഴും അതിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നത് എപ്പോഴും എൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞത് ഒരു യൂട്യൂബ് ക്ലാസ്സസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അന്ന് മലയാളം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമ്മളൊരു കൂടുതൽ ചാനൽസ് നോക്കി വരുന്നതും, പിന്നെ എല്ലാവർക്കും എല്ലാ ചാനൽസും എല്ലാ സാർമാർ പഠിപ്പിക്കുന്നതും മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പോൾ എനിക്ക് മലയാളത്തിൻ്റെ ഇത്രയും പോർഷൻസ് പ്ലസ് ഞാൻ മലയാളത്തിന് വേണ്ടി റെഫർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് 2 ചാനൽസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് സൈലത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ, പെയ്ഡൊന്നുമല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ചെയ്യാം. അതിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ നോക്കാറുണ്ട്. അതിൽ വന്ന് മലയാളം വീഡിയോസ് നോക്കാറുണ്ട്. പിന്നെ അതേ മാമിൻ്റെ തന്നെ സജിമ മാമിൻ്റെ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും മലയാളത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ക്ലാസ്. പല ക്ലാസ്സുകളും ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക
നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എനിക്ക് പുള്ളിക്കാരത്തിയുടെ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് സജസ് മലയാളം എന്ന് പറഞ്ഞ ഗുരുബി മാമിന് ഒരു ചാനലുണ്ട്. അതിൽ കുറച്ച് വീഡിയോസൊക്കെ മാം ഇട്ടിട്ടുണ്ട്. ആ ഒരു പോർഷൻസിലെ വീഡിയോസൊക്കെ പെയ്ഡല്ലാത്തവർക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനും 1 ഇയർ പെയ്ഡ് കോഴ്സ് എടുത്തത്. അതിൻ്റെ കാലം കഴിയുമ്പോഴത്തേനും നമ്മളെന്തായാലും നമുക്ക് യൂട്യൂബ് ചാനലിൽ എല്ലാ വർഷവും പെയ്ഡൊന്നും എടുക്കാൻ നമുക്ക് ആർക്കായാലും പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തിരുന്ന് പഠിക്കുക എന്നുള്ള സംഭവം തന്നെ ഉള്ളൂ. അപ്പോൾ സജസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ആർക്കെങ്കിലും പെയ്ഡ് കോഴ്സ് അല്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 ചാനൽസ്, സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലും സജസ് മലയാളത്തിൻ്റെ ഇതുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ തന്നെ എപ്പോഴും പിന്നെ ടെലഗ്രാം ചാനൽസ് ഫോളോ ചെയ്യാൻ നോക്കുക. അതിൽ പോൾ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ്. അതിൽ നമുക്ക് അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരുന്നത് നമ്മുടെ നോട്ട്സിലേക്ക് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് നല്ലൊരു സെറ്റ് ഓഫ് നോട്ട്സ് കളക്ഷൻ ഉണ്ടാവും. റിവൈസ് ചെയ്യുമ്പം അത് തന്നെ മതിയാകും എന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഓരോ ദിവസവും നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ യൂട്യൂബ് ചാനൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കും. ആർക്കെങ്കിലുമൊക്കെ സ്റ്റാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇന്നത്തെ ദിവസം മലയാളം തന്നെയാണ്, നമ്മുടെ മാതൃഭാഷ തന്നെയാവട്ടെ, അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കൂടുതൽ പോർഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊരു ഡയറിയിലാണ് ഞാൻ കുറച്ച് ആദ്യത്തെ സമയത്ത് എൻ്റെ നോട്ട്സ് എല്ലാം കിടക്കുന്നത്. വീട്ടിൽ കുറേ ഫ്രീ ആയിട്ട് കുറേ ഡയറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് ഓരോ പോർഷൻസ്, അതായത് കുറച്ച് പേജ് ഇടും. ഇപ്പോൾ മീനിങ് എഴുതുന്നെങ്കിൽ ഒരു 5-6 പേജ് അതിലിടും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് എഴുതും. അങ്ങനെ ആ ഡയറിയിൽ ആണ് മലയാളത്തിൻ്റെ ക്ലാസ്സസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതി പോകുന്നത്. അപ്പോൾ നമുക്കതൊരു നല്ല സെറ്റ് ഓഫ് വേറെ എങ്ങുന്നതിനും നോട്ട്സ് അന്വേഷിച്ച് പോകണ്ടാത്ത രീതിയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ ശബ്ദധാരാവലി, മലയാളത്തിന് മെയിനായിട്ട് ടീച്ചേഴ്സൊക്കെ നമ്മളെ റെഫർ ചെയ്ത് പഠിപ്പിക്കുന്നൊരു സംഭവമാണ് ശബ്ദധാരാവലി. അതിൽ നിന്നുള്ള നോട്ട്സുകളൊക്കെ നമുക്ക് ഇതിൽ നിന്നും സജസ് മലയാളമൊക്കെ മാം അതിൽ നിന്നൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ക്ലാസ്സുകൾക്കും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഇംഗ്ലീഷിൻ്റെ പോർഷൻസാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ കാണാം. അപ്പം എല്ലാവരുടെയും പഠിത്തം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.